15 വർഷം മുന്നേ സർജറി കഴിഞ്ഞതാണ്. ഇന്നത്തെ വരെ വീഡിയോയില് ഞങ്ങൾക്ക് ആ കമ്പനി തന്നിട്ട് എന്റെ പെണ്ണുങ്ങളെ ക്യാൻസർ മാറാനൊക്കെ അരച്ച് വീഡിയോ ഒന്നും ഇല്ലേ തന്നെ. ഈ കളിച്ചിരിയതല്ല, ഇവള് തല പൊട്ടിയാണ്ട് ഇങ്ങനെ ഇരിക്കണം. പക്ഷെ എനിക്കറിയായിരുന്നു എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. കാരണം അത്രയും വേദന വരുമ്പോ നമുക്കറിയാലോ. കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെട്ട് ഏകദേശം ലാസ്റ്റ് ഘട്ടത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പത്തിന് ഇവളൊപ്പം ഓപ്പറേഷൻ ചെയ്ത 2 ആൾക്കാർ സ്പോട്ടിൽ മരിച്ചു. ഇത്ത ഞാൻ ഓപ്പൺലി ചോദിക്കാണ്, ഇത്തക്ക് ഒരു അസുഖം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു, ബ്രെയിൻ ട്യൂമർ അല്ലേ? അതെ. ശരിക്കും അത് അറിഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ട്? 15 വർഷമായി. 15 വർഷമായിട്ടുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണ്? 15 വർഷം മുന്നേ സർജറി കഴിഞ്ഞതാണ്. ആണ്. ഇപ്പോഴും ഞാൻ ഡെയിലി എന്ന് പറയുമ്പോ ഡോളോ കഴിച്ചിട്ടാണ് ഞാൻ പോണത്. ഈ കളിച്ചിരിയതല്ല, ഡോളോ ഇടക്കിടക്ക് ഇങ്ങനെ ഞങ്ങള് വീഡിയോയിൽ ഇടുമ്പോ ഞാൻ പണ്ട് ഇവിടെ ബ്രെയിൻ ട്യൂമറിനെ കുറിച്ചാണ് വീഡിയോ ചെയ്തിരുന്നു. നമ്മള് അത് ഉപകാരമുള്ളൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തത്. കാരണം ഞങ്ങള് ചികിത്സിച്ച ഡോക്ടർ ഇതാണെന്ന് പറഞ്ഞാണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് ശേഷം പിന്നെ ഒരുപാട് കമന്റ് നമുക്ക് വന്നു. ക്യാൻസർ ഓൻ വീഡിയോ ചെയ്യണവൻ്റെ പെണ്ണുങ്ങളെ ക്യാൻസർ മാറാനും അവൻ്റെ പെണ്ണുങ്ങൾക്ക് സന്തോഷം കിട്ടാനുമാണ് എന്ന് പറഞ്ഞാണ്ട് ഒരുപാട് കമന്റ്. ഇന്നത്തെ വരെ വീഡിയോയില് ഞങ്ങൾക്ക് ആ കമ്പനി തന്നിട്ട് എൻ്റെ പെണ്ണുങ്ങളെ ക്യാൻസർ മാറാനൊക്കെ അരച്ച് വീഡിയോ ഒന്നും ഇല്ലേ തന്നെ. ഇതൊക്കെ ജനങ്ങൾ പറയണ ഈ അവസ്ഥ ശരിക്കും അനുഭവിക്കണം. കാരണം ഞാൻ ഇവളായിട്ട് നടക്കണ്, അല്ലാതെ അത് പറഞ്ഞാൽ നല്ല ഡോക്ടർ അവിടെ ഉണ്ട് പോയി നോക്കിന്ന് പറഞ്ഞാണ്ടാണ് ചിലപ്പോ ഈ എന്താ ചെന്നിക്കുത്തോ അങ്ങനെ അങ്ങനത്തെ അല്ല, ഓൾക്ക് മൈഗ്രെയിൻ അല്ല. അങ്ങനെ ഞങ്ങള് പോയിരുന്നു. ഞങ്ങള് ടെസ്റ്റ് ചെയ്തിക്കണ്. കുട്ടി റിച്ചുല്ലേ, റിച്ചുവിന് 10-ാം മാസത്തിലാണ് ഇവള് ഈ രോഗം അറിഞ്ഞത്. ഞാൻ അന്ന് എല്ലുംവണ്ടിയിൽ ഡ്രൈവറായിട്ട് പോവാണ്. അങ്ങനെ ഞാൻ അടിയില് ഓടിട്ട വീട്ടിൽ നിന്ന് താമസം. ഞാൻ വന്നപ്പോ ഉണ്ട് ലോറിന്ന് വന്നപ്പോ ഉണ്ട് ഇവള് തല പൊട്ടിയാണ്ട് ഇങ്ങനെ ഇരിക്കണം. ഇവിടെ കരുത്. അപ്പൊ എന്താ വെച്ചാൽ അപ്പൊ നിസ്കരിച്ചപ്പോ ഇവിടെ സുജൂത് പോയപ്പോ അങ്ങോട്ട് വീണിക്കണം, തല മിന്നി വീണിക്കാണ്. അങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യം തന്നെ നമ്മളെ പെരിന്തൽമണ്ണ അൽഷിഫ നമ്മളെ പ്രവീൺ ഡോക്ടർ ഇതൊക്കെയാണ് അവർക്കല്ല ആദ്യം പോയത്. അല്ല, ഞങ്ങൾ ആദ്യമൊക്കെ എനിക്ക് അതിന് മുന്നേ തന്നെ തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ഗുളിക ഇങ്ങനെ കഴിക്കുന്നല്ലാതെ ഏതാണ് നമ്മൾ ശരിക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയായിരുന്നു എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. കാരണം അത്രയും വേദന വരുമ്പോ നമുക്കറിയാലോ. പിന്നെ എണീക്കുമ്പോ വേദന, ഇരിക്കുമ്പോ വേദന, ആ ടൈമിലൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. അങ്ങനെ അറിയായിരുന്നു എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. പക്ഷെ ഞാൻ ഡോക്ടറോട് ഞാൻ പറയുന്നല്ലാതെ ഡോക്ടർ അത് വലിയ കാര്യമാക്കൂലായിരുന്നു. ഞാന് ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു എനിക്ക് എന്തോ ഒരു എക്സ്റെങ്കിലും എടുത്ത് നോക്കണം എന്ന് ഞാന് ഡോക്ടറോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു. അപ്പൊ ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കുമ്പോ അതിൽ കുഴപ്പമൊന്നും കണ്ടില്ല. അല്ല അത് ഈ മഞ്ചേരിത്തെ ഡോക്ടർ, അതിൽ കുഴപ്പമൊന്നും കണ്ടില്ല. പിന്നെയാണ് ഞാൻ ഈ വീണത്. കുറെ ശേഷമാണ് പിന്നെ ഡോക്ടർ കണ്ടുപിടിച്ചത്. പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അൽഷിഫി പോയത്. ഇവിടുന്ന് വീണ് സ്റ്റിച്ച് ഇവിടുത്തെ അടുത്തുനിന്ന് സ്റ്റിച്ചൊക്കെ ഇട്ട് ഹോസ്പിറ്റലിൽ. പിന്നെ ഞങ്ങൾ അൽഷിഫി പോയിട്ടാണ് സ്കാൻ ചെയ്തപ്പോഴാണ് ഇത് ഈ തലമിന്നലൊന്നും മാറണില്ല. പിന്നെ എനിക്ക് കണ്ണൊക്കെ ഇരുട്ടടക്കാൻ തുടങ്ങി, കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെട്ട് ഏകദേശം ലാസ്റ്റ് ഘട്ടത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പത്തിന്. കാരണം കുറെ ആയിട്ട് വേദന ഞാൻ കൊണ്ടുനടക്കുന്നുണ്ട്. 17 വയസ്സായിട്ടുള്ളൂ. നമ്മളെ റിച്ചുവിന് 10-ാം മാസം മുല കുടിച്ചാണ്. റിച്ചുവിന് ആ 10 മാസം വരെ ഉള്ളൂ മുലകൂടി കെട്ടിയിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോ പ്രവീൺ ഡോക്ടർ എന്നോട് പറഞ്ഞു പിന്നെ ഇവരില്ലാതെ ഇജ്ജൊന്ന് മാത്രം കട്ട് വാവട്ടോ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ ഒരു അസുഖമാണ്, അത് ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു. അപ്പം ഞാൻ ഇവളോട് വന്നപ്പോൾ ഇവള് എന്താ ഡോക്ടർ പറഞ്ഞു വെച്ചപ്പോൾ അതെന്തോന്ന് പറഞ്ഞു വെച്ചോ, അല്ലാതെ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞപ്പോളെ ഞാൻ അറിഞ്ഞാണ്ട് ഇതാക്കണ്ടെന്നില്ല ഇതിന്. അങ്ങനെ MES കൊണ്ടുപോയി. MES കൊണ്ടുപോയപ്പോഴും ഇതേ ഇതാ പറയണേ. പിന്നെ വേറെ ഇവിടെ അൽമാസ് പോയി, ഇവിടുന്ന് ഇതന്നെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ ഫസ്റ്റ് ഈ കണ്ടുപിടിച്ച ഡോക്ടറെ അടുത്ത് പ്രവീൺ സാറിന്റെ അടുത്തേക്ക് തന്നെ പോയി. അങ്ങനെ പോയാണ്ട് ഇവര് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയൂല ടോർണോ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് കോഴിക്കോട് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് ലെറ്റർ എന്ന അവിടുത്തെ ജേക്കബ് ആലപ്പാട് പറഞ്ഞ സാറാണ് ഇത് പിന്നെ ഇവിടെ നോക്കിയത്. അങ്ങനെ നോക്കിയാണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്യാൻ നിർബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞാല് തിരിച്ചു കിട്ടുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. മർമ്മല്ല, ഒരു മനുഷ്യന്റെ ഈ ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല. ഏത് ഈ ഭാഗത്ത് ഇവിടെ
അങ്ങനെ പല പിന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ 10 ദിവസം നിന്നിക്കണം അല്ലേ? അങ്ങനെ ഇവിടെയാണ് ചെയ്തത്. ഇവിടെ ഈ ഓടില്ലേ, ഈ ഓട് കംപ്ലീറ്റ് മൊട്ടടിച്ചിരിക്കുന്നു. പിന്നെ പൈപ്പ് ഇട്ടിട്ട് ഉടച്ച് കളഞ്ഞ് വലിച്ചെടുത്തുക. കാരണം ഈ ഭാഗത്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെയ്തിട്ട് അതിലാണ് മൊട്ടടിച്ചേക്കാറ്. നിങ്ങൾ ഇനി എവിടേക്കും കൊണ്ടുപോകലോ ചോദിച്ചു. നാളെ ഓപ്പറേഷനാണ്. ഇജ്ജ് വാവടി മൊട്ടടിച്ച ഓളായിട്ട് നേരെ കോഴിക്കോട് പോയിങ്ങാണ്ട് ആ ബീച്ചിൽ പോയിങ്ങാണ്ട് പിന്നെ അവിടെ ഉണ്ട് കോഴിക്കോട്ടത്തെ ഒരു സ്പെഷ്യലാണ് മറ്റേ എന്താ ഗ്രീൻ പീസും മുട്ടിയും ആ കക്കി അതൊക്കെ വാങ്ങിക്കൊടുത്ത് പിറ്റേന്ന് ഓപ്പറേഷൻ. അതിലെ ഡോക്ടർമാര് ഈ പെണ്ണിനിട്ട് എന്തിനാ പുറത്തു പോയത് പറഞ്ഞു. കാരണം അത്രയും ഇഞ്ചക്ഷനോളെ ചെയ്തിക്കണം. ഞമ്മക്കിത് അറിയില്ല. ഓളിഞ്ഞോട് കൊണ്ടുപോകാറപ്പോ പിന്നെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ്? മുടി അല്ലേ? മുടി കാണൂലെങ്കിലും ആ മുടി ഒരു പെണ്ണിന് ഇതാണ്. മൊട്ടടിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ രൂപം തന്നെ മാറിയല്ലോ, മാറൂലേ? ആ അങ്ങനെ ഇവൾക്ക് പിന്നെ ആ ഒരു ഇതിന് ടെൻഷൻ. പിറ്റേന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവളൊപ്പം ഓപ്പറേഷൻ ചെയ്ത 2 ആൾക്കാർ സ്പോട്ടിൽ മരിച്ചു. ഞങ്ങളെ അന്നൊന്നും ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം അതിനുള്ള ബുദ്ധിയുള്ളായിരുന്നു. 17ാമത്തെ വയസ്സല്ലേ, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ആദ്യം ബ്രെയിൻ ട്യൂമറാന്ന് പറഞ്ഞിട്ടാണല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മുട്ട അടിച്ചപ്പോ എന്താ എന്നോട് പറഞ്ഞത് നീരുണ്ട് എന്നാ പറഞ്ഞത്. തലയില് നീരുണ്ട് എന്നാ പറഞ്ഞത്. അത് കുത്തിയെടുക്കണം എന്ന് പറഞ്ഞു. അല്ലാതെ ബ്രെയിൻ ട്യൂമർ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്കും അറിയില്ല, എന്റെ ഉമ്മാക്കും അറിയില്ലായിരുന്നു. ബാക്കി എല്ലാവർക്കും അറിയാം, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു വാർഡാണല്ലോ. ഈ വാർഡിൽ കോഴിക്കോട് വാർഡിൽ ഇതൊക്കെയുണ്ട്. ഫുള്ള് ബ്രെയിൻ ട്യൂമറിന്റെ പേഷ്യന്റ് ഒക്കെ ഒരു വാർഡിലാക്കാരം. അങ്ങനെ അന്ന് 4-5 ആൾക്കാർ ഓപ്പറേഷനില്. അന്നൊരു താത്ത ഉണ്ടായിരുന്നു കേട്ടോ. താത്ത ഞാൻ ബ്രെയിത്ത് അങ്ങനെ ഇരിക്കും. എജ്ജ് മാത്രമുള്ളല്ലോ പെണ്ണെട്ടിട്ട് ഓളത്ത് ഇങ്ങനെ ഇരിക്കണ്. അത് പറയേ. അപ്പൊ ഇവിടെ അങ്ങനെയാണ് ആ താത്തയാണ് മരിച്ചത്. ഒന്ന് വേറെ ഒരു ചേച്ചി. ഇതൊക്കെ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ വന്ന് പിന്നെ ഇവൾക്ക് കണ്ണ് കാണൂല.